പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള കെ.സി. നാരായണൻ, ഡോക്ടർ കേശവൻ വെള്ളത്താട്ട്, റീമ ജയകുമാർ, എം.പി. നാരായണൻ, ഞാൻ എപ്പോഴും പ്രസംഗം കേൾക്കാൻ ഓടിയെത്തുന്ന എൻ്റെ സ്നേഹിതൻ ആലങ്കോട് ലീലാകൃഷ്ണൻ, ജ്യോതിർമയി ശങ്കരൻ തുടങ്ങിയിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, മാടമ്പ് കുടുംബത്തിലെ എന്നെ സ്നേഹിക്കുകയും ഞാനേറെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളെ, മറ്റ് സുഹൃത്തുക്കളെ, ഉച്ചയ്ക്ക് 2 മണിയാണ്, പ്രസംഗിക്കാൻ തീരെ പാടില്ലാത്തൊരു സമയമാണ് 2 മണി. എന്തായാലും ഞാൻ 3 മണിക്ക് തുടങ്ങേണ്ട സെഷൻ കുറച്ചും കൂടെ ലേറ്റ് ആവുന്നുള്ളത് കൊണ്ട് നാരായണനോടും അതുപോലെ തന്നെ മറ്റ് സ്നേഹിതന്മാരോടും പറഞ്ഞ് എന്നെ ഒരു 5 മിനിറ്റ് സംസാരിച്ച് വിടണമെന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിക്കാനൊന്നും വന്നതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മാടമ്പ് വയസ്സിൽ മൂത്തൊരു സ്നേഹിതനാണ്. വയസ്സ് വളരെ വ്യത്യാസമുണ്ട്. എനിക്കും ധാരാളം വയസ്സായി, മൂപ്പർക്ക് എന്നേക്കാൾ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ശ്രീകൃഷ്ണ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 72-ലാണ് ഞാൻ ശ്രീകൃഷ്ണ കോളേജിൽ ചേരുന്നത്. ഇപ്പോൾ നാരായണനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നാരായണനോട് പറഞ്ഞു, ഞങ്ങൾ സൗഹൃദത്തിൻ്റെ 50-ാം വാർഷികം എന്നാണ് ആഘോഷിച്ചാലോ, ഇല്ല എന്തെങ്കിലും വേണ്ടൊരു ആഘോഷം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ കോളേജിൽ അന്ന് ഒരുപാട് ആളുകൾക്കൊന്നും വരാൻ പറ്റുന്നൊരു സ്ഥലമൊന്നും അല്ലല്ലോ അരിയന്നൂർ ശ്രീകൃഷ്ണ കോളേജ്. 2 ആളുകൾ എപ്പോഴും വരും. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ വിളിച്ചാൽ വന്നാലൊക്കെ കുട്ടികളൊന്നും അവരെ ആദരിക്കുമെന്നല്ല. ഇപ്പോൾ എല്ലാവരും പറയുന്ന അന്നൊക്കെ നല്ല മനുഷ്യരെ എന്നൊക്കെ വെറുതെ പറയുന്നതാണ്. ഇപ്പോഴാണ് കുട്ടികളൊക്കെ ഡീസൻറ്റ് ജെന്റിൽമാൻമാരായത്. പക്ഷേ ഈ 2 ആൾ വന്നാൽ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. അതിലൊരാൾ ഒരു ആളിരിക്കുന്നൂടെ മാടമ്പും മറ്റൊരാൾ കോവിലനുമാണ്. അതിൽ പരിചയപ്പെട്ട് കോവിലനെ അയ്യപ്പേട്ട എന്ന് വിളിക്കുന്ന അന്നത്തെ വളരെ ചെറിയ തലമുറയിൽ ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. വെളുത്താട്ട് കുറേ കാലമായി കണ്ടു. അപ്പോൾ 2 പേരും ഒരേ തട്ടകമാണല്ലോ. അപ്പോൾ ഞങ്ങൾ മാറി മാറി അവരെ കാണും. പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ലെങ്കിൽ കളിയൊക്കെ കഴിഞ്ഞാൽ കോവിലിൻ്റെ വീട്ടിൽ പോവും. ഇവിടേക്ക് എത്ര എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ കൂടെ പ്രസംഗിക്കാൻ വരും. പക്ഷെ ഞാൻ ആ ഒരൊറ്റ പ്രസംഗത്തെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ. പുസ്തകങ്ങളെക്കുറിച്ച് ഇവരൊക്കെ ഇരിക്കുമ്പോൾ എനിക്കൊന്നും പറയാനുള്ള അറിവുമില്ല. വെറുതെ നമ്മൾ പാചകം അടിച്ചിട്ട് കാര്യമില്ല. അറിയാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധി. പക്ഷെ എന്നെ സ്വാധീനിച്ച ഒരു 5-10 പ്രസംഗങ്ങളിൽ ഒരു പ്രസംഗം ഒന്ന് യുവാവായിരുന്ന വിഗ്രഹങ്ങൾ തകർത്ത മാടമ്പിൻ്റെ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്നലെ ഞാൻ ആ പ്രസംഗം കേട്ട പോലെ എനിക്ക് 18 വയസ്സ് ഉള്ളൂ. ഇല്ല 18 ഇല്ല 16 വയസ്സേ ഉള്ളൂ. ഞാൻ എൻ്റെ മാടമ്പ് ജനിക്കാൻ ഞാനിപ്പോൾ മുറ്റത്തു നിന്ന് ആദ്യമായിട്ട് ചോദിക്കുക. ഒറ്റ ചോദ്യം. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ആലോചിക്കുക, എന്തേ ഞാൻ മാടമ്പ് ജനിക്കാതൊക്കെ? തീർന്നു. അതിന് ഉത്തരവൊന്നുമില്ല. അതല്ലേ ഞാൻ മാടമ്പ് കുഞ്ഞുകുട്ടനായത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ആരാ? അതെന്താ ഇങ്ങനെ ഒരു കുറേ വൈസ് ആൻഡ് ഹൗസ്. അത് ആ പ്രസംഗം അല്ലെങ്കിൽ ആ ചോദ്യം അല്ലെങ്കിൽ ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു എന്നുള്ളതല്ല, എന്തേ ഞാൻ മാടമ്പ് ജനിക്കാണ്. അതിനെന്താ കാരണം? ഒരു ജന്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെയല്ലേ കർമ്മവും കാര്യമൊക്കെ. ജന്മത്തിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എന്താ ഇതിൻ്റെ കാരണം? ഒരാളുടെ മോനായി വേറെ ആളുടെ. അതിനൊന്നും ആൻസർ ഇല്ലയെന്നോ ആൻസർ ഉണ്ടെന്നോ പറയാതെ അടുത്ത വിഷയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യകൃതികളിലെ ഒരു അവതരണ രീതി പോലെ കടന്നു പോകുക. മറ്റൊന്ന് അശ്വത്ഥമാവ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ എല്ലാമായിട്ടുള്ള സംഭവം. അവിടെ എനിക്ക് മറ്റൊരു ഇതിനിടയിൽ ഒരാളെയും കൂടെ വരികയാണ്, മോഹനേട്ടൻ.
മോനേട്ടനെ ഞാൻ മോനേട്ടാന്ന് വിളിക്കുന്നത്, എൻ്റെ ഏട്ടൻ്റെ പേര് മോഹൻ എന്നാണ്. മോഹനനല്ല, മോഹൻ. ആ ഏട്ടനെ വിളിക്കുന്ന അതേ ബഹുമാനത്തോടെ ഞാൻ ഏട്ടാന്ന് വിളിക്കുന്ന അപൂർവ ആളുകൾ മോനേട്ടൻ. മോനേട്ടൻ അത് സിനിമയാക്കി. ഞാൻ സിനിമ സാമാന്യം കണ്ടിട്ടുണ്ട്, അതിൽ കൂടുതൽ വിനയം അത്ര ആവശ്യമില്ല. ഞാൻ സാമാന്യ സിനിമ കണ്ടിട്ട ഒരാളാണ്. ഷൺമുഖദാസ കൂടി ഇരിക്കുന്നുണ്ട്. പക്ഷേ ആരെങ്കിലും എന്നോട് വഴിതെറ്റിയിട്ട് ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചാൽ ഞാൻ അശ്വത്ഥാമാവെന്ന് പറയും. അപ്പോൾ പലപ്പോഴും പല മാസികകളിലും അടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചിലർ അത് അങ്ങനെ അതെങ്ങനെയാണ് ചോദിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഇഷ്ടം. അതിനിപ്പോൾ നേരത്തെ പറഞ്ഞ റീസൺസൊക്കെ പറയണം. എല്ലാവരുടെ റീസൺസ് പറയണോ? റീസണൊന്നുമില്ല, നോ റീസൺ. അവിടെയും ഞാൻ ഒരു രംഗം ഈ വലിയ സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്നെ സ്വാധീനിച്ചൊരു രംഗം. വിവാഹം കഴിഞ്ഞു അല്ലേ, അപസ്മാരം ഉണ്ടായി. ആദ്യ രാത്രിയിൽ അപസ്മാരം ഉണ്ടായി. അപ്പം ഇച്ചിരി ഉപദക്ഷിണമാണ് അനിയൻ, എല്ലാവരുടെയും മനസ്സിലുണ്ടല്ലോ അത്. അപ്പം ഏട്ടനോട് പറയാണ്, ഏട്ടാ അവർ ചതിച്ചു നമ്മളെ, ഭാര്യ വീട്ടുകാരെ, ഉടനെ തന്നെ അത് ഒഴിയണമെന്നാണല്ലോ എൻ്റെ. അതിന് മാടമ്പ് പറഞ്ഞ ഒരു ആൻസർ. ഈ ആദ്യത്തെ ചോദ്യം പോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എൻ്റെ ജീവിതത്തെ ബാധിച്ചിട്ടുള്ളൊരു ചോദ്യം. അതിനാ കുട്ടി എന്താ കഴിച്ചത്? തീർന്നു. ആ കുട്ടി എന്ത് കഴിച്ചു? അവിടെയാണ് അപസ്മാരം വന്ന തൻ്റെ വധുവായിട്ടുള്ള പ്രണയം ഉണ്ടാവുന്നത്. വാസ്തവത്തിൽ പ്രണയം നഷ്ടപ്പെടേണ്ട ആ രംഗത്തെ ആ ഹേതുവിനെ അത് ഉണ്ടാവാനുള്ള ഹേതുവായിട്ട് മാറ്റിയിട്ട് വളരെ നിസ്സംഗമായിട്ട് ചോദിക്കുകയാണല്ലോ, ആ കുട്ടി എന്ത് കഴിച്ചിടോ? തീർന്നു. ഇത് മാടമ്പിനല്ലാതെ ആർക്കും ചോദിക്കാൻ പറ്റില്ല. ഇത് അവിടെയാണ് മാടമ്പിൻ്റെ ആ നിസ്സംഗതയും ആ നിസ്സംഗതയിൽ ഒളിപ്പിച്ച് വെച്ച മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമായിരുന്നു മാടമ്പ് കുഞ്ഞുകുട്ടൻ. അതത്ര നിസ്സംഗ. അതുപോലെ തന്നെ ഏപ്രിൽ ഈസ് ദ ക്രൂലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ട് നടക്കുകയുള്ളൂ. ഏതാ 70കളിലാണ് ഞാൻ. എൻ്റെ മരുമകനൊരു സായിപ്പാണ്. മൂപ്പര് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കാണിക്കാൻ എന്നെ കൊണ്ടുപോകും. കാണണമെങ്കിൽ ടിക്കറ്റൊക്കെ എടുക്കണം. അവർക്ക് എടുക്കണ്ട, പഠിച്ചവർക്ക്. അപ്പം എന്നെ പരിചയപ്പെടുത്തുകയാണ്. TS എലിയറ്റിൻ്റെ ഇതാണ് ഇവിടെ. ഓഹോ, മൂപ്പരെ വിചാരം അതൊന്നും നമുക്ക് കേട്ടിട്ടില്ല. ഞാൻ ചോദിച്ചു, വേസ്റ്റ് സ്റ്റാൻഡ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, വേസ്റ്റ് സ്റ്റാൻഡ് വായിച്ചിട്ടില്ല, അവിടെ പഠിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല വായിച്ചവരാണ് നമ്മൾ. നീ കല്യാണം കഴിച്ച കേരളത്തിൽ അല്ലെ ഒരു നോവലിസ്റ്റ് 50 കൊല്ലം മുമ്പ് എഴുതി അത് സിനിമയായി. ഏപ്രിൽ ഈസ് ദ ക്രൂലസ്റ്റ് മന്ത് ഒക്കെ ഇവിടെ പാടിയിട്ട് കാലം കുറേയായി. ഓ, അങ്ങനെയാണോ? പിന്നത്തെ നിങ്ങൾ തമാശയാണെന്ന് വിചാരിച്ചത് കേരളം? ഓ, അത് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം അങ്ങനെ മോഹനേട്ടനും മാടമ്പുമായിട്ടുള്ള ബന്ധം. പിന്നെ അവസാനമായിട്ട് ഞാൻ അവിടെ മത്സരിച്ചു സ്ഥാനാർത്ഥിയായിട്ട്. അപ്പോൾ ഞാൻ വലിയ ഭയഭക്തി ബഹുമാനമൊക്കെ കുറച്ച് അഭിനയിച്ചിട്ടൊക്കെ ആയിട്ട് ഇവിടെ വന്നു. എന്താ പറയാന്നറിയില്ല, സാംസ്കാരിക നായകന്മാരല്ലേ, അവർക്കൊരു ലൈസൻസ് ഉണ്ടോ? പ്രത്യേകിച്ച് മാടമ്പിന് തനിക്ക് വോട്ട് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതില്ല, വേറെ ആൾക്കാർ കേൾക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും പറയില്ല എന്നൊക്കെ അയൽവക്കക്കാരൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ വരുമായിരുന്നു, എൻ്റെ ആരാധന മൂർത്തിയാണല്ലോ. അവിടെ ഇരിക്കുക. ഒരാൾക്ക് പോയി ഒരു ചെറിയ പൊതി എടുത്തോളൂ. 5000 റുപ്യുണ്ട്, ഇതേ പുള്ളൂ. പൈസ എന്താ അത്ര അധികം കാശുണ്ടോ? അപ്പം ഞാനവിടെ സ്റ്റക്കാവുകയാണ്. ഏത് സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കാശൊരു കവറിലിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ 2 തവണ മത്സരിച്ചു. അപ്പോൾ ഇവിടെ അപ്പോഴേക്കും കുറേ ആൾക്കാരെ വട്ടം കൂട്ടി നിർത്തിയിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്, അപ്പോൾ അവരോടുള്ള വോട്ട് പിടിക്കണം, അവരോടൊക്കെ പറയണം. അവരുടെ ഒരു വലിയൊരു സെറ്റ് ഉണ്ടല്ലോ ഇവിടെ, ആ സെറ്റിനെയൊക്കെ സെറ്റിട്ടിരിക്കുകയാണ്. ആ സെറ്റിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞാൻ ജയിച്ചില്ല, അത് വേറെ കാര്യം. പക്ഷേ അതിന് ശേഷം വന്നു, അത് സാരില്ല,
നാലാമത്തത് മൂപ്പര് ആനക്കമ്പ്. ആനക്കമ്പോട്ട് ഞാൻ അത്ര കമ്പില്ല. അല്ല, എനിക്ക് ആനക്കമ്പുണ്ടെങ്കിൽ മൂപ്പരുടെ ആനക്കമ്പം ക്ലബിൽ ഞാനൊരു മെമ്പറല്ല. പക്ഷെ സ്വതന്ത്രനായ ഒരു ആനക്കമ്പക്കാരനായതുകൊണ്ട് ഞങ്ങൾ തമ്മിലൊരു ഐക്യമുണ്ടല്ലോ. ഞാൻ എന്നോട് ക്ഷണിച്ചപ്പോൾ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്നാണോ ഇവിടെ പരിപാടി വയ്ക്കുന്നത്, ശരിയാണോ? അല്ല, പൂരം കഴിഞ്ഞു, പകൽപൂരം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പകൽപൂരത്തിന് നിന്നില്ല. ഇന്നലെ എന്താ പറയുക, മാടമ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞ വെട്ടുപ്പായിട്ട് പൂരം കണ്ടു, മേളവും കേട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നതാണ്. എനിക്ക് കുറച്ച് തിരക്ക് അഭിനയിക്കില്ല കേട്ടോ, തിരക്കൊന്നും അഭിനയിക്കാൻ പാടില്ല. എന്നെ ഇവിടെ ഈ സമയത്ത് പ്രസംഗിക്കാൻ അനുവദിച്ചത് വളരെ നന്ദിയുണ്ട്. ഇനിയും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതൊരു തുടക്കം മാത്രമായിട്ടാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ടല്ലോ, അതും പറയാതെ തോന്നിച്ചാൽ മുമ്പിൽ BJP ചേർന്ന് കളഞ്ഞില്ല. അപ്പം ഞാൻ ചോദിക്കണോ വേണ്ടേ ഇത്? അതൊക്കെ അങ്ങോട്ട് ചേർന്നു. അതിൽ എന്തായാലും ചേർന്നാലും ചേർന്നില്ലെങ്കിലും വലിയ വ്യത്യാസം. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. വേറെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. പക്ഷെ അങ്ങനെയുള്ള ഒരു ബാധകമല്ല മൂപ്പർക്ക്. എന്തായാലും ഇനിയും തുടർന്നു കൊണ്ടുപോകണം. നേരത്തെ ആലങ്കോട് പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് ഞാൻ ഒരു വാക്ക് അവസാനം, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എപ്പോഴും അതിന് എന്തെങ്കിലും ടേക്ക് അവേ ഉണ്ടാവും. ആലങ്കോടിൻ്റെ പ്രസംഗത്തിൽ ടേക്ക് അവേ ഉണ്ടാവും. ആ ടേക്ക് അവേ ഇതാണ്: നമുക്ക് ഭാരതീയത അങ്ങനെ ആർക്കും കൊടുക്കാനുള്ളതല്ല, നമ്മുടെ എല്ലാവരുടെയാണ്. അതിൽ ശ്രദ്ധിക്കായ്മ ഉണ്ടായിട്ടുണ്ട്, റിയാലിറ്റിയാണ്. ശ്രദ്ധിക്കായ്മ ഉണ്ടായിട്ടുണ്ട്. അതിനെ വെസ്റ്റോമാനിയാക്കുകളായിട്ട് നമ്മൾ പലപ്പോഴും മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഇപ്പോൾ ഒരാൾ വേറൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെ അംഗീകരിച്ചിട്ടല്ലെങ്കിലും ആലങ്കോട് നിർത്തിയെടുത്ത് നിന്ന് മാടമ്പിൻ്റെ ആ അടിത്തറയിലും അറിവിലും അടിത്തറയിലും മനുഷ്യത്വത്തിലും നിസ്സംഗതയിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫലിതത്തിലും എല്ലാം ഊന്നി നിന്നിട്ടുള്ള ഒരു പുതിയ കൾച്ചറൽ ഇന്നൊവേഷൻ നമുക്ക് നടത്താനുള്ള ഒരു മണ്ഡലമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഫൗണ്ടേഷൻ മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി നമസ്കരിക്കുന്നു. അദ്ദേഹത്തെ മരിച്ചിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ, അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ തൊഴുകൈകളായി നിന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ശ്രീ CP ജോൺ.